ആഗ്രഹങ്ങളാണ്, അതെല്ലാം പദ്ധതികളുമാണ്. അതെല്ലാം സാധ്യമാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നതും എൻ്റെ ജോലിയിലെയും നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാരവും വർദ്ധിപ്പിക്കുന്നത് മാത്രമായ കാര്യം. അതെല്ലാം ചെയ്യാനുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ചുറ്റും നിങ്ങളെങ്കിലും ഒരുക്കി തരണം. തൃശ്ശൂര് ഇങ്ങോട്ട് തന്നത് എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേവലാതി കൊണ്ട് അല്ലേ പെരിച്ചാഴികളെ പോലെ ഓടി നടക്കുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്, അവരെയൊന്നും എൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത്. ഇതും കൂടി കാര്യകർത്താക്കളുടെ ഒരു കർത്തവ്യമായി, ഉത്തരവാദിത്വം പേറുന്ന കർത്തവ്യമായി കരുതണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കും. അതിനുള്ള ഒരു ചങ്കുറപ്പ് എനിക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം. ഞാൻ സിനിമയും ചെയ്യും, അല്ലാതെ ഇതിനകത്തുനിന്ന് ചുരണ്ടിയെടുത്ത് നിന്ന് ജീവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സിനിമ ചെയ്യും. എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 5 മുതൽ 8% അത് നൽകാൻ എനിക്ക് അവകാശമുണ്ട്. കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ? അപ്പോ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്, പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും. അതിന് പിരിവും ഉണ്ടാവില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, പിരിവുണ്ടാവും. ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ MP കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും. ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല. അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ്. അതിപ്പോഴേ ഞാനങ്ങ് പിരിവെട്ടി നല്ല കപ്ലിംഗ് ഇട്ട് അകത്ത് ഇനി അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങനെയുള്ളവരുടെ ഒന്നും സൗകര്യത്തിന് നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല, വർദ്ധിക്കാനും ഒക്കത്തില്ല. തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല. കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും. നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതൊക്കെ മേലെ ചെയ്തു.